പഴയ തലമുറയ്ക്ക് സുപരിചിതവും പുതിയ തലമുറയ്ക്ക് അത്ര തന്നെ പരിചിതവുമല്ലാത്ത ഒരു കാവ്യമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. കൃഷ്ണഗാഥ. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാ ക്ലാസ്സിലും അതിൻ്റെ അകത്തെ കുറച്ച് വരികളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഈ കൃഷ്ണഗാഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് അങ്ങനെ ചേർത്ത് വച്ചിരുന്ന ഒരു കൃതിയായിരുന്നു. ഇത് എഴുതിയിരിക്കുന്നത് ചെറുശ്ശേരി നമ്പൂതിരിയാണ്. നമ്മുടെ ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ അധികരിച്ചുള്ള ഒരു കൃതിയാണിത്. മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം എന്ന് നമുക്കിതിനെ പറയാം. ഇത് എഴുതാനുണ്ടായ കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ നമുക്ക് കേൾക്കാം. പാലാഴി മാതൂതാൻ പാലിച്ചു പോരുന്ന കോലാധീനാഥനോദയവർമ്മൻ ആജ്ഞയെ ചെയ്കയാൽ അജ്ഞനായുള്ള ഞാൻ പ്രാജ്ഞനെന്നിങ്ങനെ ഭാവിച്ചിപ്പോൾ. കോലത്തിരിനാഥ രാജാവായ ഉദയവർമ്മൻ പറഞ്ഞിട്ടാണ് ഇത് എഴുതുന്നത്. ഇനി അത് പറയാനുണ്ടായ സാഹചര്യത്തിനെ പറ്റി ഒരു ഐതിഹ്യവും കൂടെ ഉണ്ട്, അതും കൂടെ പറയാം. ഒരു ദിവസം ഈ ചെറുശ്ശേരി നമ്പൂതിരിയും ഉദയവർമ്മ രാജാവും കൂടെ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചതുരംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്സ്. ആ സമയത്ത് അവിടെ രാജ്ഞി കുഞ്ഞിനെ ഇങ്ങനെ തൊട്ടിലിട്ട് താരാട്ട് പാടുകയായിരുന്നു ഉറക്കാനായിട്ട്. രാജാവ് അടിയറവ് പറയേണ്ടി വരും എന്നൊരു സാഹചര്യം വന്നപ്പോൾ ഈ രാജ്ഞി ചൊല്ലി താളേയുന്ത്. കളിയെല്ലാം കഴിഞ്ഞപ്പോൾ രാജാവ് ചെറുശ്ശേരിയോട് പറഞ്ഞു, ഈ മട്ടിൽ ഒരു കവിത എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇദ്ദേഹം ഇത് എഴുതിയത് എന്നാണ് പറയുന്നത്. എന്തായാലും ശരി, ഇത് തുടങ്ങുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇന്ദിര തന്നൂടെ പുഞ്ചിരിയായൊരു ചന്ദ്രികമയിൽ പരക്കയാലേ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമായൊരു ശൈലം പോലെ മേവി നിന്നിടുന്ന ദൈവതം തന്നെ ഞാൻ കൈവണങ്ങിടുന്നേൻ കാത്തുകൊള്ളുവാൻ. ഇങ്ങനെയാണ് ശ്രീകൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടാണ് ഈ കൃതി ആരംഭിക്കുന്നത് തന്നെ. എന്ത് ലളിതമാണ്, അല്ല അതിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ ആ കാവ്യം എന്ത് ലളിതമാണെന്നുള്ളതിനെ പറ്റി ഞാൻ ഒരു 2 വരികൾ ചൊല്ലി കേൾപ്പിക്കാം. വാവീളർന്നിടൂ നീ എന്നവൾ ചൊല്ലിയ വാവീളർന്നിടീനാൻ ബാലനപ്പോൾ മണ്ണീനെ കാണാനാം മാതാവു താനപ്പോൾ കണ്ണൻ തൻ വായിലേ നോക്കും നേരം മണ്ണെല്ലാം അങ്ങവൻ വായിലേ കാണായി മണ്ണീനെ അല്ലവൾ വിണ്ണം കണ്ടാൾ. വിണ്ണീനെ കാൺകയാൽ വിസ്മയം പൂണ്ടവൾ പിന്നെയും ചെഞ്ചമ്മേ നോക്കും നേരം മറ്റുള്ള ലോകങ്ങളൊക്കവേ കാണായി തെറ്റെന്ന പൈതൽ തൻ വായിലപ്പോൾ. കൃഷ്ണൻ മണ്ണ് തിന്നുവെന്ന് അറിഞ്ഞിട്ട് അപ്പോഴത്തെ ആ ഒരു വരികളാണ് അവിടെ വായിക്കുന്നത്. ഭാഷ അത്ര ലളിതമായിട്ടുള്ള ഭാഷയാണ്. അലങ്കാരങ്ങളോ പലയിടത്തും വാരി കോരി പ്രയോഗിച്ചിരിക്കുകയാണ് അലങ്കാരങ്ങൾ. പിന്നെ ഇതിൻ്റെ അകത്തെ ശരിക്കും രസം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മഹാകാവ്യത്തിനൊക്കെ അതിൻ്റേതായിട്ടുള്ള രസം വേണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ശൃംഗാരം, വീരം, ശാന്തം, ഈ 3 രസങ്ങളിൽ ഏതെങ്കിലും പ്രധാന രസവും മറ്റു 2 അംഗരസവുമായിട്ട് വേണമെന്നാണ് വയ്പ്പ് ഈ മഹാകാവ്യത്തിൽ. ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ വീരമല്ല കാര്യം. പലരും വളരെയധികം ആൾക്കാരെയൊക്കെ കൊല്ലുന്നുണ്ടെങ്കിലും വീരമല്ല ഇതിൻ്റെ അകത്ത്. ശാന്തമാണോ ശൃംഗാരമാണോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നും. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ശൃംഗാരത്തിന് തന്നെ നമുക്ക് മുഖ്യഭാവമായിട്ട് കൊടുക്കാം. അങ്ങനെയാണ് ഈ മറ്റത് 2 അംഗരസങ്ങളായിട്ട്, ശാന്തവും വീരവും അംഗരസങ്ങളായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. കാരണം
ഈ കൃഷ്ണൻ്റെ ബാലലീലകൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അതാണ്. അതിനെ ഇത്രയും ഭംഗിയായിട്ട് വർണ്ണിച്ചിരിക്കുന്നത് എല്ലാ കവികളും അത് കേട്ടോ, നമ്മളാരെയും മോശമായിട്ട് കാണുന്നില്ല, എങ്കിലും വളരെ തനതായിട്ടുള്ള നാടൻ ഭാഷയിൽ, നാടൻ ശൈലിയിൽ, നാടൻ മലയാളത്തിൽ നമുക്കെല്ലാവർക്കും രസിക്കുന്ന വിധത്തിൽ തന്നെയാണ് നമ്മുടെ ചെറുശ്ശേരി നമ്പൂതിരി വിവരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഏത് നാട്ടുകാരനാണെന്നോ ഒന്നും അറിഞ്ഞുകൂടാ, എന്തായാലും ഈ കോലത്തിരി രാജാവിൻ്റെ സദസ്യനായിരുന്നു എന്ന് മാത്രം നമുക്കറിയാം. ഇനി കൂടുതൽ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പഠിക്കാം. കാരണം നമ്മൾ എല്ലാവരും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.